സർവശക്തനും സർവാധിപനുമായ ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തുന്ന അങ്ങയുടെ കരുണകൾക്കായി സ്തോത്രം. അവിടുന്ന് നടത്തുന്ന വഴികൾക്കായി സ്തോത്രം. അവിടുന്ന് തരുന്ന നന്മകൾക്കായി സ്തോത്രം. ഓരോ നിമിഷവും അവിടുത്തെ കരുതലും കൃപയും ഞങ്ങളോട് കൂടെയിരിക്കുന്നു. അതിനെ ഓർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ നീ അറിയുന്നു. ദൂരത്ത് നിന്ന് എല്ലാം അവിടുന്ന് ഗ്രഹിക്കുന്നു എന്ന സങ്കീർത്തനക്കാരൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, അപ്പോൾ അവിടുന്ന് അറിയാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ഹൃദയത്തിലെ വേദനകളും ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം അറിയുന്ന സർവശക്തനായ ദൈവം, എല്ലാറ്റിനും നീക്കുപോക്കും കാണുന്ന സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, നന്മകളാൽ നിറയ്ക്കണമേ, നന്മകളാൽ വഴി നടത്തണമേ എന്ന് ഞങ്ങളങ്ങയോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹൃദയപൂർവ്വം ഹൃദയവേദനയോടുകൂടെ കരങ്ങൾ കൂപ്പിക്കൊണ്ട് കണ്ണുകൾ അടച്ച് നിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന നിൻ്റെ മക്കളെ അവിടുത്തെ കരങ്ങളെ സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ. നിൻ്റെ കൃപയോടുകൂടെ ജീവിതം ആരംഭിക്കുവാൻ, ഇന്നേ ദിവസം ആരംഭിക്കുവാൻ, ശുശ്രൂഷകൾ ആരംഭിക്കുവാൻ, ജോലികൾ ആരംഭിക്കുവാൻ അവിടുത്തെ കൃപയും സാന്നിധ്യവും നിൻ്റെ മക്കളോട് കൂടിയിരുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് അരുളിച്ചത് സർവശക്തനായ ദൈവം, നിന്നെ മാനിച്ച് നിൻ്റെ കരുണകൾക്കായി വിനയപൂർവ്വം നിൽക്കുന്ന എൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യാത്രയിൽ കൂടിയിരിക്കണം, ജോലി കാര്യങ്ങളിൽ കൂടിയിരിക്കണം. നിൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവ കൃപ നിറച്ച് നൽകി അനുഗ്രഹിച്ച് നടത്തിയാട്ടെ. സർവശക്തനായ ദൈവമേ, പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെ ഇവിടുന്ന് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ ഭാരപ്പെടുന്നവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഏറെ മാനസികമായ വ്യത, അത് ആരോടും പറയാൻ കഴിയാതെ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. കുടുംബ ബന്ധങ്ങൾ തകർന്നിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, നന്മകളാൽ നിറയ്ക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.